നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ 21 രാത്രി 8 മണിക്ക് വേൾഡ് മുഴുവൻ, ലോകം മുഴുവൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആ വേളയിൽ ഓരോരുത്തരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ആ യഥാർത്ഥത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള സ്നേഹം മാത്രമുള്ള ആ സാമ്രാജ്യം, അത് അനുഭവിക്കാനുള്ള ആ ഹാർമണി മാത്രമുള്ള ആ പ്രപഞ്ചം, അതിൽ നിലനിൽക്കാനുള്ള ആ യാത്രയിലാണ്. അങ്ങോട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്തു, യുദ്ധങ്ങൾ കുറഞ്ഞു വരികയാണ്. നമുക്ക് അങ്ങനെയല്ല തോന്നുന്നതെങ്കിലും ഇപ്പോൾ യുദ്ധം കൂടി വരികയാണെന്ന് തോന്നുന്നത് മാധ്യമങ്ങൾ അത് നമുക്ക് കൂടുതൽ വാർത്ത നൽകുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. മുമ്പേ അത് അറിയുന്നില്ല. അറിയപ്പെടാത്ത വയലൻസ് ആയിരുന്നു പണ്ട്. ഇപ്പം എല്ലാവരും അറിയുന്നു. വേൾഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയലൻസിന്റെ പ്രവണത കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നോൺ വയലൻസിനെ അഭിനന്ദിക്കുന്ന തരത്തിലുള്ള അവാർഡുകളൊക്കെ നൽകപ്പെടുന്നു. സമാധാനത്തിന് ശ്രമങ്ങൾക്ക് നോബൽ പ്രൈസ്, മഹാത്മാഗാന്ധി പീസ് അവാർഡ്, ഈ തരത്തിലുള്ള ഒരുപാട് അവാർഡ്സ് ഉണ്ട്. നന്മ അവാർഡ് ചെയ്യപ്പെടുന്നു. ഹാർട്ട്ഫുൾനെസിന്റെ ഗ്ലോബൽ ഗൈഡ് രാജി പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ടു. ഇതൊക്കെ വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പൊ ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും കൊണ്ടുവരേണ്ടതാണെന്ന് തോന്നുന്നു. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള പ്രവണതകളെ മാറ്റാനായിട്ട് ശിക്ഷകൾ നൽകുന്നു. തെറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തെറ്റ് വന്ന ഉടനെ തന്നെ പരീക്ഷയും, സ്കൂളിലായാലും വീട്ടിലായാലും. വിജയങ്ങളാണെങ്കിലും വലിയ വിജയങ്ങൾ മാത്രമേ നമ്മൾ അവാർഡ് ചെയ്യുന്നുള്ളൂ, ആഘോഷിക്കുന്നുള്ളൂ. ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ
അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയാൽ, ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയവർ, അങ്ങനെയുള്ളവരെ അഭിനന്ദിക്കുന്നു. അവാർഡ് സെറിമണീസ് ഉണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരും ശ്രദ്ധിക്കുന്ന കൂടിയില്ല. നമ്മുടെ സ്കൂളുകളിൽ വളരെ നല്ല വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെ ടീച്ചേഴ്സെ അനുസരിച്ചുകൊണ്ട് അസംബ്ലിയിൽ പങ്കെടുക്കുന്നു, സ്കൂളിൽ ടൈമിന് വരുന്നു. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവരെ എഫേർട്സ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നന്നാവാനുള്ള എഫേർട്സ്. മാർക്ക് നല്ല അല്ലെങ്കിൽ നീ എന്തിനാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ചീത്ത പറയും. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു റണ്ണിങ് റേസിൽ ഒരാൾ വിജയിക്കുകയാണെങ്കിൽ മറ്റുള്ളവരും റിവാർഡ് ചെയ്യപ്പെടണം. കാരണം അവർ കാരണമാണ് ഇയാൾ വിജയിച്ചത്. അവരെ ശ്രമം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം, അതാണ് ശരിക്കും ഒരാളെ വിജയിയാക്കുന്നത്. നമ്മൾ ആഫ്രിക്കയിലെ ഉബുണ്ടു എന്നുള്ള ഒരു ഫിലോസഫിയെ കുറിച്ച് പറഞ്ഞു. ഐ ആം ബിക്കോസ് വി ആർ എന്നുള്ള ഫിലോസഫി. നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാനുള്ളത്. അപ്പൊ ഈ ഒരു തത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആൾക്കാരെ, കുട്ടികളെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മൾ അഭിനന്ദിക്കേണ്ടതല്ലേ? റെഗുലറായിട്ട് വരുന്ന കുട്ടികൾ, റെഗുലറായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമം നടത്തുന്ന കുട്ടികൾ, കറക്ഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കുട്ടികൾ, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്ന കുട്ടികൾ, അവരുടെ കഴിവുകൾ ഷെയർ ചെയ്യുന്ന കുട്ടികൾ. ഇപ്പൊ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ വേറെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, മറച്ചു വയ്ക്കുകയല്ല ചെയ്യുക. ആ കുട്ടിയുടെ പ്രസൻസ് കൊണ്ട് മറ്റുള്ള കുട്ടികളും പഠിക്കുകയാണ് ചെയ്യുക. ഭക്ഷണം ഷെയർ ചെയ്യുന്ന കുട്ടികൾ, എപ്പോഴും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള തൽപരത കാണിക്കുന്ന കുട്ടികൾ, എത്രയോ എത്രയോ നല്ല സ്വഭാവങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അതിനൊക്കെ ഒരു അഡീഷണൽ ആയിട്ടൊരു മാർക്ക് ഇടേണ്ടതല്ലേ? കമ്പാഷനേറ്റ് നേച്ചർ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, സൃഷ്ടി നടക്കുമ്പോൾ യജ്ഞഭാവത്തോട് കൂടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ. നീ ഈ ഭാവത്തിൽ പുരോഗമിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുന്നവർ. നമ്മുടെ ഉള്ളില് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ യജ്ഞഭാവം, അതാണ് ശരിക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മുടെ എല്ലാ രീതിയിലുള്ള കർമ്മങ്ങളും ശരിക്കും നമ്മുടെ ഉള്ളിൽ ഈ ഒരു യജ്ഞഭാവം എന്ന് പറഞ്ഞാൽ സെൽഫിനെ മറക്കുക. ഞാൻ പ്രവർത്തിക്കുന്നതും എന്നെ വിസ്മരിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലെ നല്ല നേച്ചറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും യജ്ഞഭാവം. എക്സ്പ്രസ് ചെയ്യുന്നതിന് ആ ശ്രമത്തിനാണ് യജ്ഞഭാവം എന്ന് പറയുന്നത്. സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ട് ചാരിജി മഹാരാജ് പറയും, നേച്ചർ ശ്രമങ്ങളെയാണ് ശരിക്കും റിവാർഡ് ചെയ്യുന്നത്, ഫലങ്ങളെയല്ല. നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചു. അണ്ണാർക്കൊട്ടനും തന്നാലായത് എന്നുള്ള ആ ഒരു ഫിലോസഫി നമുക്കറിയാം. അണ്ണാൻ ഭഗവാന്റെ പാലം പണിയാൻ സഹായിച്ചു, എഫേർട്ട് ഇട്ടു. അണ്ണാൻ വിചാരിച്ച പാലം പണിയില്ല, പക്ഷെ ആ എഫേർട്ടിനാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. ഇതൊരു വലിയൊരു സിദ്ധാന്തമാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ കഴിവുകളെ നിസ്വാർത്ഥമായിട്ട് ഉപയോഗിച്ചു, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു, അത് ആ എഫേർട്സ് ആണ് ശരിക്കും റിവാർഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ. പ്രത്യക്ഷത്തിൽ നമ്മൾ അവാർഡ് കൊടുക്കുന്നത് റിസൾട്ട്സിനാണെങ്കിൽ ശരിക്കും നേച്ചർ റിവാർഡ് ചെയ്യുന്നത് എഫേർട്സിന്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അറിയാം, ഓരോ ജീവിയും അവരുടേതായിട്ടുള്ള ജീവിതം നയിക്കുന്നു. അവിടെ ഒരു എഫേർട്ട് ഉണ്ട്. സൂര്യൻ സൂര്യനായിട്ട് നിലനിൽക്കുന്നു, ചന്ദ്രൻ ചന്ദ്രനായിട്ട് നിലനിൽക്കുന്നു, വെള്ളം വെള്ളമായിട്ട് നിലനിൽക്കുന്നു, കല്ല് കല്ലായിട്ട് നിലനിൽക്കുന്നു, ഓരോ ചെടികളും അത് തന്നെയായിട്ട് നിലനിൽക്കുന്നു, ഓരോ മൃഗങ്ങളും അത് തന്നെയായി നിലനിൽക്കുന്നു. അവരത് എഫേർട്ടായിട്ട് കണക്കാക്കുന്നില്ല, അത് അവരുടെ ഉള്ളില് അന്തർലീനമാണ്. എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു യജ്ഞഭാവമാണ് അവരുടെ ഉള്ളിൽ. മനുഷ്യന് മനുഷ്യനായിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ മനസ്സ് ഡെവലപ്പ് ചെയ്ത് വലിയ ശക്തമായി. അതുകൊണ്ട് മനുഷ്യന് ആ യഥാർത്ഥ മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നതിന് പേടി വന്നിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ആ ഭയം, അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഭയം മാറ്റാനാണ് നമ്മൾ സാധന ചെയ്യുന്നത്. നമ്മൾ തന്നെയായി നിൽക്കൂ, ഭയപ്പെടണ്ട. നിങ്ങൾ റിവാർഡ് ചെയ്യപ്പെടുന്നു, നിങ്ങളുടെ ശ്രമങ്ങൾക്ക് നിങ്ങൾ റിവാർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ബോധ്യം വരണം. നമുക്കത് മനസ്സിലാവുമ്പോൾ പിന്നെ നാച്ചുറൽ ആവും. പക്ഷെ അത് കുട്ടിക്കാലത്ത് തന്നെ ബോധ്യമാവണം. നന്മ ചെയ്താൽ ഉടനെ റിവാർഡ് ചെയ്യണം. ഇപ്പോൾ മാർക്കിടുമ്പോൾ
ഈ തരത്തിലുള്ള ശ്രമങ്ങൾക്കാണ് കൂടുതൽ മാർക്ക് ഇടുന്നത്. മാർക്കിന് റിസൾട്ടിനല്ല മാർക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, നല്ലോണം പഠിക്കും, നല്ല മാർക്കുണ്ട്, പക്ഷേ എല്ലാ വിധത്തിലുള്ള തോന്നിവാസങ്ങളും ഉണ്ട്. ഫർണിച്ചർ അടിച്ചു പൊടിക്കും, ടീച്ചേഴ്സിനെ വേണ്ടാത്തത് പറയും, അടുത്തുള്ള കുട്ടികളെ ഉപദ്രവിക്കും. അവന് റാങ്ക് കിട്ടി, പിന്നീട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടി, അവൻ പഠിക്കുമല്ലോ, അവന് റാങ്ക് കൊടുത്ത് സ്കൂൾ ലീഡറൊക്കെ ആക്കി. അവനെ പാസ്സാക്കാനേ പാടില്ലായിരുന്നു, ഒരിക്കലും പാസ്സാക്കാൻ പാടില്ലായിരുന്നു. നമ്മള് നമ്മുടെ മഹാഭാരത കഥ സ്ക്രിപ്റ്റേഴ്സ് നോക്കിയാൽ അറിയാം, കർണൻ എത്ര വലിയ യോദ്ധാവാണ്, പക്ഷെ കർണൻ കളവ് പറഞ്ഞുകൊണ്ട് കർണന് അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല. പരശുരാമൻ അദ്ദേഹത്തെ ശപിക്കുന്നു. എത്ര വലിയ കഴിവുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സെൽഫിഷ്നെസ് കാരണം അദ്ദേഹത്തെ റിവാർഡ് ചെയ്യപ്പെട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. നേരെ മറിച്ചിട്ട് എഫേർട്ട് ഇടാൻ തയ്യാറായിട്ട് വരദരാജൻ എന്നുള്ള ആ ചെറുപ്പക്കാരൻ, വരദരാജൻ പഠിപ്പിന് വളരെ മോശമായിരുന്നു. അദ്ദേഹം 8-10 കൊല്ലം പഠിച്ചിട്ടും നേരെയാവാത്തുണ്ട്. ഗുരു പറഞ്ഞു, നീ പഠിക്കണ്ട, വീട്ടിൽ പോയിക്കോ, നിനക്ക് പറ്റുന്ന ജോലി ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വരദരാജന് സങ്കടമായി. പക്ഷെ വരദരാജന് മടിയാണ്, കാരണം അവൻ പഠിക്കില്ല, നീക്കില്ല. അദ്ദേഹം വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പൊ വഴിയിൽ ഒരു കിണറിന്റെ സൈഡില് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ കിണറിന്റെ സൈഡിൽ കല്ലിന്റെ മുകളിൽ കയറ് വരിഞ്ഞിട്ട് ഒരു ഗ്രൂവ് കാണും. ഇങ്ങനെ വലിച്ചു കോരുമ്പോൾ കല്ലിന്റെ ഒരു ഗ്രൂവ് ആണ്. അപ്പോ വരദരാജന് ഒരു ഫീലിംഗ് ഉണ്ടായി, ഈ കല്ലിന്റെ മുകളിൽ ഒരു കയറിന് ഒരു ഗ്രൂവ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചാൽ ഞാൻ നന്നാവില്ലേ. കരത്ത് കരത്ത് അഭ്യാസിക്ക് ജഡമതി ഹോത്ത് സുജാൻ, രസരി ആവത്ത് ജാത്തത്തെ സിലിപ്പറ് പരത്ത് നിസാൻ. ഒരു ദോഹയാണ്. അങ്ങനെ വരദരാജൻ തിരിച്ചുപോയി ഗുരുവിനോട് പറഞ്ഞു, ഞാൻ ഇനി പഠിച്ചോളാം. അങ്ങനെ റെഗുലർ ആയിട്ടുള്ള പരിശ്രമത്തിലൂടെ വരദരാജൻ ഇംപ്രൂവ് ചെയ്തു, മഹാപണ്ഡിതനായി എന്നാണ് കഥ. അപ്പൊ നമ്മുടെ ശ്രമം എത്ര കാലം ചെന്നാലും ശ്രമം റിവാർഡ് ചെയ്യപ്പെടും എന്നുള്ളൊരു തത്വം കുട്ടികൾക്ക് ബോധ്യം വരണം. അതായത് നന്നാവാനുള്ള ശ്രമം, ഡിസിപ്ലിൻഡ് ആവാനുള്ള ശ്രമം, സെൽഫ്ലെസ് ആവാനുള്ള ശ്രമം, കമ്പാഷനേറ്റ് ആവാനുള്ള ശ്രമം, അത് കുട്ടിക്കാലത്തിന് റിവാർഡ് ചെയ്താൽ നാച്ചുറൽ ആയിട്ട് ആ നേച്ചർ ജീവിതത്തിൽ പ്രകടമാകും. അപ്പോൾ ജീവനെ പ്രകടമാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഈ തരത്തിലുള്ള പോസിറ്റിവിറ്റി മാത്രമാണ് ബോധ്യം കുട്ടിക്കാലത്ത് തന്നെ വരിക. ബാക്കി എല്ലാതും നശിക്കും. എത്ര മാർക്ക് കിട്ടിയാലും ആ മാർക്കൊക്കെ ഇല്ലാണ്ടാവും, എത്ര വലിയ ജോലി കിട്ടിയാൽ അതൊക്കെ ഇല്ലാണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ അത് പെർമനന്റ് ആണ് എന്നുള്ള ബോധ്യം കുട്ടിക്കാലത്ത് തന്നെ കൊണ്ടുവന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയ മാറ്റം വരും എന്നാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.